Hello everyone. Today we are discussing about congestive heart failure. So in the previous classes we were studying about ischemic heart disease or coronary artery disease and the conditions that is coming under that, like angina and myocardial infarction. So this is quite a somewhat a different condition from the myocardial ischemic diseases, that is angina or MI. So as the name indicates, congestion, that is congestive heart failure, indicates congestion. There is a congestion somewhere in and around the heart. So heart failure typically is defined as pathophysiologic state in which impaired cardiac function is unable to maintain an adequate circulation for the metabolic needs of the tissues of the body. അതായത് നമ്മുടെ ബോഡിയുടെ ടിഷ്യൂസിന് ആവശ്യമുള്ള ബ്ലഡും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഹാർട്ടിന് പമ്പ് ചെയ്യാനായിട്ട് അതിനനുസരിച്ച് പറ്റുന്നില്ല. അത് കാരണം വരുന്നൊരു കണ്ടീഷനാണ് ഹാർട്ട് ഫെയിലിയർ. ദ കൺജസ്റ്റീവ് എന്ന് പറയുന്നത് ഈ ഹാർട്ട് ഫെയിലിയറിൻ്റെ തന്നെ ഒരു ക്രോണിക് ഫോമാണ്. ഒരുപാട് നേരം ഹാർട്ട് ഫെയിലിയർ സസ്റ്റെയിൻ ചെയ്ത് നിന്നാലാണ് ഈ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിലോട്ട് പോകുന്നത്. ഇവിടെ മെയിനായിട്ട് രണ്ട് കണ്ടീഷൻസ് ആണ് വരുന്നത്: പെരിഫറൽ ആൻഡ് പൾമണറി കൺജഷൻ, നമ്മുടെ കയ്യിലും കാലിലും വരുന്ന നീര്, അതായത് കൺജഷൻ, അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോയ്ക്ക് ഉണ്ടാവുന്ന ഒബ്സ്ട്രക്ഷൻ, അതുപോലെ പൾമണറി കൺജഷൻ, നമ്മുടെ ലങ്സിലുള്ള ആർട്ടറീസിലുണ്ടാവുന്ന ഒബ്സ്ട്രക്ഷൻ. സോ 3 കാര്യങ്ങളാണ് ഈ ഒരു കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിലോട്ട് ലീഡ് ചെയ്യുന്നത്. ഒന്ന് ഇൻട്രിൻസിക് പമ്പ് ഫെയിലിയർ, ഇൻക്രീസ്ഡ് വർക്ക് ലോഡ് ഓൺ ദ ഹാർട്ട് ആൻഡ് ഇംപെയർഡ് ഫില്ലിംഗ് ഓഫ് ദ കാർഡിയാക് ചേംബർ. സോ ലെറ്റ്സ് ഗോ ഇൻ ഡീറ്റെയിൽ. അതിൻ്റെ ഫസ്റ്റ് എറ്റിയോളജി ആയ ഇൻട്രിൻസിക് പമ്പ് ഫെയിലിയറിൽ, അതായത് പമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഹാർട്ട് ആക്ട് ആസ് എ പമ്പ് അല്ലേ, ഒരു പമ്പ് പോലെയാണ് നമ്മുടെ ഹാർട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് മെയിനായിട്ട് 3-4 കണ്ടീഷൻസ് കാരണം, നമ്മൾ പഴയ ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്ത ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് കാരണമോ അല്ലെങ്കിൽ മയോകാർഡൈറ്റിസ്, അതായത് മയോകാർഡിയത്തിൽ വല്ല ഇൻഫ്ലമേഷനും വരുമ്പോഴോ, കാർഡിയോ മയോപ്പത്തീസ് കാരണമോ, മെറ്റബോളിക് ഡിസോർഡേഴ്സ് ലൈക്ക് ഡയബറ്റിസ്, തൈറോയിഡ് ഡിസോർഡേഴ്സ് കാരണമോ, അരിത്മിയാസ് കാരണമോ വെൻട്രിക്കുലാർ മസിൽസ് വീക്ക് ആവും. അങ്ങനെ വെൻട്രിക്കുലാർ മസിൽസ് വീക്ക് ആവുമ്പോൾ ഹാർട്ടിന് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ദാറ്റ് ഈസ് ദ ഹാർട്ട് ഫെയിൽസ് ടു ആക്ട് ആസ് ആൻ എഫിഷ്യൻറ്റ് പമ്പ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബ്ലഡും ഓക്സിജനും കിട്ടില്ല. ആൻഡ് ദ നെക്സ്റ്റ് റീസൺ ഇസ് ഇൻക്രീസ്ഡ് വർക്ക് ലോഡ് ഓൺ ദ ഹാർട്ട്. അതായത് ഹാർട്ടിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വർക്ക് ലോഡ് കൂടുന്നു. അത് മെയിനായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന് പ്രഷർ കൂടുന്നത് കാരണവും ഒന്ന് വോള്യൂം കൂടുന്നത് കാരണവും. സോ ഇൻക്രീസ്ഡ് പ്രഷർ ലോഡ് മെയിൻലി ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് ഇസ് pulmonary or systemic hypertension or valvular diseases and chronic lung diseases. വോള്യൂം ലോഡ് ഉണ്ടാവാനായിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ വാൽവുലാർ ഇൻസഫിഷ്യൻസി, അതായത് നമ്മുടെ വാൽവുകൾ പ്രോപ്പറായിട്ട് അടയാതെയോ വർക്ക് ചെയ്യാതെയോ ഇരിക്കുമ്പോൾ, ആൻഡ് അനീമിയ ആൻഡ് തൈറോടോക്സിക്കോസിസ്. ഇത്രയും കാര്യങ്ങൾ കാരണം മെക്കാനിക്കൽ ലോഡ് കൂടും, അതായത് ഹാർട്ടിന് അമിതമായിട്ട് ഒരുപാടായിട്ട് പമ്പ് ചെയ്യേണ്ടി വരും. ഡിസ്പൈറ്റ് ഓഫ് ദ ഹൈപ്പോക്സിയ ഇൻ ദ കൊറോണറി വെസൽസ് ഇൻ ദ മയോകാർഡിയത്തിലുള്ള ബ്ലഡും ഓക്സിജനും കുറവായിരിക്കും, സ്റ്റിൽ ദേ ഹാവ് ടു പമ്പ് എ ലോട്ട്. അങ്ങനെ വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി അവർക്ക് കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് കൂടുതൽ ഓക്സിജനും ബ്ലഡും വേണ്ടി വരും. അപ്പം ഇൻക്രീസ്ഡ് മയോകാർഡിയൽ ഡിമാൻഡ് ഉണ്ടാവുകയും അവിടെ ഹാർട്ട് ഫെയിലിയർ അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, അതായത് മയോകാർഡിയത്തിന് ബ്ലഡും ഓക്സിജനും കിട്ടാതെ വരുമ്പോൾ, എക്സ്ട്രാ ആയിട്ട് ഉള്ള ആവശ്യമുള്ള ബ്ലഡും ഓക്സിജനും കിട്ടാതെ വരുമ്പോൾ അവിടെ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവുന്നു. ആൻഡ് ദ തേർഡ് റീസൺ ഇസ് ഇംപെയർഡ് ഫില്ലിംഗ് ഓഫ് കാർഡിയാക് ചേംബേഴ്സ്. ഇത് നമുക്ക് 2 കണ്ടീഷൻസ് കാരണമാണ് വരുന്നത്. ഒന്ന് കാർഡിയാക് ടാംപനേറ്റ്. കാർഡിയാക് ടാംപനേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാർട്ടിന് ചുറ്റും പെരികാർഡിയം എന്ന് പറയുന്ന ആവരണം ഉണ്ട്, അതായത് കവറിംഗ് ഉണ്ട്. ഈ കവറിങ്ങിലോട്ട് ബ്ലഡോ അല്ലെങ്കിൽ വെള്ളമോ നിറയുന്ന കണ്ടീഷനാണ് കാർഡിയാക് ടാംപനേറ്റ്, അതായത് ഹീമോ പെരികാർഡിയം ഓർ ഹൈഡ്രോ പെരികാർഡിയം. ആൻഡ് ഓൾസോ ദ കൺസ്ട്രിക്റ്റീവ് പെരികാർഡൈറ്റിസ്, അതായത് പെരികാർഡിയത്തിൽ ഇൻഫ്ലമേഷൻസ് വരുമ്പോൾ. ഈ 2 കണ്ടീഷൻസ് കാരണം കാർഡിയാക് ഔട്ട്പുട്ട് കുറയുകയും ഹാർട്ട് ഫെയിലിയർ സംഭവിക്കുകയും ചെയ്യും. ഓക്കെ, ആൻഡ് ടൈപ്സ് ഓഫ് ഹാർട്ട് ഫെയിലിയേഴ്സ്. നമുക്ക് ഒരുപാട് തരം ഹാർട്ട് ഫെയിലിയേഴ്സ് ഉണ്ട്. എന്നാലും അതിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് അക്യൂട്ട് ആൻഡ് ക്രോണിക് ഹാർട്ട് ഫെയിലിയേഴ്സ്, ലെഫ്റ്റ് സൈഡഡ് ആൻഡ് റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയേഴ്സ്, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഹാർട്ട് ഫെയിലിയേഴ്സ്, കോമ്പൻസേറ്റഡ് ആൻഡ് ഡീകോമ്പൻസേറ്റഡ് ഹാർട്ട് ഫെയിലിയേഴ്സ്. നമുക്ക് വേറെ ഉണ്ട് കേട്ടോ, സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയേഴ്സ്. അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയയിൽ നമുക്ക് ഹാർട്ട് ഫെയിലിയർ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡഡ് ആൻഡ് റൈറ്റ് സൈഡഡും അതുപോലെ കോമ്പൻസേറ്റഡ് ആൻഡ് ഡീകോമ്പൻസേറ്റഡിനെ കുറിച്ചാണ്. നൗ
റൈറ്റ് സൈഡഡ് ആൻഡ് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയേഴ്സിൻ്റെ പാത്തോഫിസിയോളജി നമ്മൾ പറയുന്നത് മെയിനായിട്ട് റൈറ്റ് സൈഡഡ് എന്ന് പറയുമ്പം അതിൽ മെയിനായിട്ട് കൂടുതലായിട്ട് വരുന്ന കാരണം ലെഫ്റ്റ് ഹാർട്ട് ഫെയിൽ ആവുന്നത് കൊണ്ട് ലെഫ്റ്റ് ഹാർട്ടിന് പറയും. ഇതിൽ ഞാൻ പറയുന്നത് ഇപ്പം രണ്ട് ഹാർട്ട് ഫെയിലിയർ എന്തുകൊണ്ട് പറയണമെന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ടിൽ രണ്ട് ഭാഗങ്ങളുണ്ട് അല്ലേ, റൈറ്റ് സൈഡും ഉണ്ട് ലെഫ്റ്റ് സൈഡും ഉണ്ട്. നമ്മളൊരു ഫിസിയോളജി കുറച്ചുകൂടി ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ രണ്ട് ഭാഗമായിട്ട്, അതായത് ഹാർട്ടിനെ രണ്ട് യൂണിറ്റ്, ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടാണ് പറയുന്നത്. റൈറ്റ് ഹാർട്ടും ലെഫ്റ്റ് ഹാർട്ടും. റൈറ്റ് ഹാർട്ടിൽ റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ടാവും, ലെഫ്റ്റ് ഹാർട്ടിൽ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. അങ്ങനെ രണ്ട് ഫങ്ഷണൽ യൂണിറ്റ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം റൈറ്റ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവാനുള്ള മെയിൻ കാരണം ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ ആണ്. അതുപോലെ കോർ പൾമണയിൽ എന്ന് പറഞ്ഞാൽ ലങ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, മെയിൻലി പൾമണറി ഹൈപ്പർ ടെൻഷൻ കാരണം റൈറ്റ് സൈഡ് ഫെയിൽ ആവുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ദ കോർ പൾമണയിൽ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, കോർ പൾമണയിൽ. എന്താ പറയുക, എപ്പോഴും ഓർമ്മയിൽ വെക്കുക. ആൻഡ് ഓൾസോ റൈറ്റ് സൈഡഡ് വാൽവുലാർ ഡിസീസ്, നമ്മുടെ ട്രൈക്കസ്പിഡ് വാൽവുകളോ സെമിലൂണർ വാൽവുകളോ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഓറൽസ് റൈറ്റ് സൈഡഡ് മയോകാർഡിയൽ ഡിസീസ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ പൾമണറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ആദ്യം തുടക്കം കുറിക്കുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിലുള്ള ബ്ലഡ് അതായത് ബ്ലഡ് ബിൽഡപ്പാണ്, ഫ്ലൂയിഡ് ബിൽഡപ്പാണ് ആദ്യം ഉണ്ടാവുക. അങ്ങനെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ഫ്ലൂയിഡ് ബിൽഡപ്പ് ഉണ്ടാവുമ്പം അത് നേരെ അപ്സ്ട്രീമിലോട്ട് കൊണ്ടുവരും, അതായത് ബാക്കിലോട്ടായിരിക്കും ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത്. അതിനെ നമ്മൾ ബാക്ക്വേർഡ് ഫെയിലിയർ എന്നും പറയും കേട്ടോ. അപ്പം ദർ ഇസ് എ ഇൻക്രീസ്ഡ് ലെഫ്റ്റ് ഏട്രിയൽ പ്രഷർ ആൻഡ് വോളിയം. അപ്പം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ഓൾറെഡി ബ്ലഡ് ഓവർലോഡാണ്, ഫ്ലൂയിഡ് ഓവർലോഡാണ്, പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ലെഫ്റ്റ് ഏട്രിയത്തിനെ ബാധിക്കും, തൊട്ട് മുകളിൽ അതിനെ ബാധിക്കും. അത് കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ കൺജഷൻ ഉണ്ടാകും, അവിടെ ഫ്ലൂയിഡ് ബിൽഡപ്പ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മുകളിലോട്ടുള്ളത്, അതായത് പൾമണറി വെയിനിലോട്ട് ആ ഒരു കൺജഷൻ വരും, പ്രഷർ വരും. അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലങ്സ് കടന്ന് പൾമണറി ആർട്ടറീസിനെ അത് ബാധിക്കും. അങ്ങനെ ആകുമ്പോൾ റൈറ്റ് വെൻട്രിക്കിൾസിനെ ആ ഒരു കൺജഷൻ ബാധിക്കും. റൈറ്റ് വെൻട്രിക്കിൾസിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ തൊട്ട് മുകളിൽ റൈറ്റ് ഏട്രിയം, അത് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് ഏട്രിയത്തിലോട്ട് ബ്ലഡ് സപ്ലൈ ഇൻ ദ സെൻസ് ബ്ലഡ് ഫില്ല് ചെയ്യുന്നത് ആരാണ്? വീനക്കാവാസ് ആണ് അല്ലേ, നമ്മുടെ വീനസ് സർക്കുലേഷനാണ്. ഇൻഫീരിയർ വെനക്കാവ, സുപ്പീരിയർ വെനക്കാവ, കൊറോണറി സൈനസ് അല്ല. അപ്പം ഈ വീനസ് സർക്കുലേഷനിലോട്ട് ഈ ഒരു ഫ്ലൂയിഡ് ബിൽഡപ്പും പ്രഷറും വരും. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ സിസ്റ്റമിക് വീനസ് കണ്ടീഷനായിട്ട് അൾട്ടിമേറ്റ്ലി വരുന്നത്. ആൻഡ് പെരിഫറൽ എഡീമ, നമ്മുടെ കയ്യിലും കാലിലുമുള്ള വെയിൻസിലൊക്കെ ഫ്ലൂയിഡ് ബിൽഡപ്പ് ഉണ്ടാവുകയും അവിടെ അതുപോലെ പല ഓർഗൻസിലും ഫ്ലൂയിഡ് ബിൽഡപ്പ് ഉണ്ടാവുകയും അതിൻ്റെ എൻലാർജ്മെൻറ്റും അതിൻ്റെ കണ്ടീഷനും ഉണ്ടാവുകയും ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് കൊണ്ടോ, മയോകാർഡൈറ്റീസ് കൊണ്ടോ, വാൽവുലാർ ഹാർട്ട് ഡിസീസ് കൊണ്ടോ, അല്ലെങ്കിൽ റിസ്ട്രിക്റ്റീവ് പെരികാർഡൈറ്റീസ് കൊണ്ടോ കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നു. കാർഡിയാക് ഔട്ട്പുട്ട് കുറയുമ്പം ഹാർട്ടിന് പമ്പ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ, അതായത് ഹാർട്ടിന് പ്രോപ്പറായിട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ കാർഡിയാക് ഔട്ട്പുട്ട് കുറയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ടിഷ്യൂസിനുള്ള ഓക്സിജൻ കിട്ടില്ല, അപ്പോൾ ടിഷ്യൂ അനോക്സിയ വരും. ഇതിൽ ആദ്യം ബാധിക്കുന്ന ഓർഗൻ കിഡ്നീസ് ആയിരിക്കും. സോ ദർ ഇസ് എ ഡിക്രീസ്ഡ് ബ്ലഡ് സപ്ലൈ ടു ദ കിഡ്നീസ്. അതിനാണ് നമ്മൾ ഡിക്രീസ്ഡ് റീനൽ പെർഫ്യൂഷൻ എന്ന് പറയുക, റീനൽ ഹൈപ്പോ പെർഫ്യൂഷൻ എന്ന് പറയാം. അങ്ങനെ വരുമ്പം കിഡ്നീസിലോട്ട് ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ കോമ്പൻസേഷൻ്റെ രൂപത്തിൽ റാസ് ആക്ടിവേറ്റ് ആവും. റാസ് ആക്ടിവേറ്റ് ആകുമ്പം ആൽഡോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം സോഡിയം ആൻഡ് വാട്ടർ റീടെൻഷൻ ഉണ്ടാവും. സോഡിയം ആൻഡ് വാട്ടർ റീടെൻഷൻ ഉണ്ടാവുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ പറയുന്ന എന്താ പറയുക, നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾസിലും ഫ്ലൂയിഡ് ബിൽഡപ്പ് ഓൾറെഡി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലും കണ്ടീഷൻ ഉണ്ടാവുന്നു, പൾമണറി ആർട്ടറീസിൽ ഉണ്ടാവുന്നു. ഇത് ലങ്സിനെ ബാധിക്കുന്നു. അങ്ങനെ പൾമണറി കണ്ടീഷനും എഡീമയും ഇതിൽ മെയിനായിട്ട് വരുന്നു. ഇതിനെ നമ്മൾ ഫോർവേഡ് ഫെയിലിയർ എന്നും പറയാറുണ്ട് കേട്ടോ. സോ ഇതാണ് റൈറ്റ് ഹാർട്ടിൻ്റെയും ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയറിൻ്റെയും ഒരു ചെറിയൊരു പാത്തോഫിസിയോളജി എന്ന് പറയുന്നത്. So the clinical manifestations of left-sided heart failure results from decreased left ventricular output, നമുക്കറിയാം. ആൻഡ് ഹെൻസ് ദർ ഈസ് അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് അപ്സ്ട്രീം ഇൻ ദ ലങ്സ്. നമ്മളെപ്പോഴും ബാക്കിലോട്ട് ചിന്തിച്ചാൽ മതി. അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ഓൾറെഡി ഒരു കൺജഷൻ അക്യുമുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്സ്ട്രീമിനെ ബാധിക്കും, അതായത് തൊട്ട് മുകളിലുള്ള സ്ട്രക്ചേഴ്സിനെ അത് ബാധിക്കും. അപ്പം ലെഫ്റ്റ് ഏട്രിയത്തിൽ ഉണ്ടാവുന്നു, പൾമണറി ആർട്ടറിയിൽ ഉണ്ടാവുന്നു, ലങ്സിൽ ഉണ്ടാവുന്നു. ഓക്കെ, സോ അക്കോർഡിംഗ്ലി ദ മേജർ പാത്തോളജിക്കൽ ചേഞ്ചസ് ഇൻ ദ ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ ഇസ് pulmonary congestion and edema that causes difficulty in breathing while lying flat. അതാണ് ഓർത്തോപ്നിയ എന്ന് പറയുന്നത്.
മലർന്നു കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസതടസ്സം. നോ, ഡിക്രീസ്ഡ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഔട്ട്പുട്ട് കോസിങ് ഹൈപ്പോപെർഫ്യൂഷൻ ആൻഡ് ഡിമിനിഷ്ഡ് ഓക്സിജനേഷൻ ഓഫ് ദ ടിഷ്യൂസ്. നമ്മുടെ ബോഡിയിലുള്ള കോശങ്ങൾക്ക് ബ്ലഡും ഓക്സിജനും കുറയുന്നു. നോ, റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിലുള്ള മെയിൻ ആയിട്ടുള്ള ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആർ മെയിൻലി ഡ്യൂ ടു upstream of the right heart, such as systemic and portal venous congestion and reduced cardiac output. അതായത് അവിടെയും നമ്മൾ അപ്സ്ട്രീം ചിന്തിച്ച് കഴിഞ്ഞാൽ, റൈറ്റ് സൈഡിലും അപ്സ്ട്രീം ചിന്തിച്ച് കഴിഞ്ഞാൽ അത് സിസ്റ്റമിക് വീനസ് സിസ്റ്റത്തിനെയാണ് ബാധിക്കുക. അതുപോലെ പോർട്ടൽ വീനസ് കണ്ടീഷൻ, അതായത് നമ്മുടെ ലിവറിൽ നിന്നും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എടുക്കുന്ന വീനസ് സപ്ലൈനെ അത് ബാധിക്കും. അവിടെ ഒരു ഫ്ലൂയിഡ് ബിൽഡപ്പ് ഉണ്ടാവുന്നു. അതുപോലെ റെഡ്യൂസ്ഡ് കാർഡിയക് ഔട്ട്പുട്ടും ഉണ്ടാവുന്നു. സോ അക്കോർഡിംഗ്ലി നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഉണ്ടാവുന്നത്. ഒന്ന്, സിസ്റ്റമിക് വീനസ് കണ്ടീഷൻ ഇൻ ഡിഫറെൻറ്റ് ടിഷ്യൂസ്. നമുക്ക് സിസ്റ്റമിക് വീനസ് കണ്ടീഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലുള്ള പല ഓർഗൻസിനെയും പല ഓർഗൻസിൽ നിന്നും ഉള്ള വീനസ് സപ്ലൈനെ അത് ബാധിക്കും. അത് അവിടെ നിന്ന് അശുദ്ധ രക്തം കളക്ട് ചെയ്യുന്ന സർക്കുലേഷൻസിനെ ബ്ലഡ് വെസൽസിനെ അത് ബാധിക്കുകയും ഡയറക്റ്റ്ലി അത് ഓർഗൻസിനെ ബാധിക്കുകയും ചെയ്യും. അതായത് അവിടെ ഫ്ലൂയിഡ് ബിൽഡപ്പ് ഉണ്ടാവുകയും ചെയ്യും. ഇത് മെയിനായിട്ട് ലിവറിൽ, സ്പ്ലീനിൽ, കിഡ്നീസിൽ എല്ലാം എഡിമ ഉണ്ടാവും. അതുപോലെ വയറിൽ, പെരിട്ടോണിയത്തിൽ എല്ലാം ഉണ്ടാവും. അതിനെ നമ്മൾ ആസൈറ്റീസ് എന്ന് പറയാം. പെരിട്ടോണിയത്തിൽ ഫ്ലൂയിഡ് ബിൽഡപ്പിനെയാണ് നമ്മൾ ആസൈറ്റീസ് എന്ന് പറയാം. ഹൈഡ്രോതൊറാക്സ് ഉണ്ടാവും. അതുപോലെ ലെഗ് വെയിൻസിലും നെക്ക് വെയിൻസിലും കണ്ടീഷൻ ഉണ്ടാവും. അതായത് വെയിൻ എവിടെയെല്ലാം ഉണ്ടോ, വീനസ് സർക്കുലേഷൻസ് എവിടെയെല്ലാം ഉണ്ടോ ബോഡിയിൽ, അവിടെയെല്ലാം കണ്ടീഷന് ചാൻസ് ഉണ്ട് റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ. അതുപോലെ റെഡ്യൂസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട് റിസൾട്ടിങ് ഇൻ സർക്കുലേറ്ററി സ്റ്റാഗ്നേഷൻ കോസിങ് അനോക്സിയ, സൈനോസിസ് ആൻഡ് കോൾഡ്നെസ് ഓഫ് എക്സ്ട്രിമിറ്റീസ്. ഇപ്പം ഈ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുമ്പോഴും ഓട്ടോമാറ്റിക്കലി അത് കാർഡിയാക് ഔട്ട്പുട്ടിനെ ബാധിക്കും. അങ്ങനെ ആകുമ്പം അവിടെ സർക്കുലേറ്ററി സ്റ്റാഗ്നേഷൻ വരുന്നു. അതായത് ബ്ലഡ് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ വരുന്നു. സർക്കുലേഷൻ പ്രോപ്പറായിട്ട് വരുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ടിഷ്യൂ അനോക്സിയ, ടിഷ്യൂസിലോട്ട് നമ്മുടെ ബോഡിയിലുള്ള കോശങ്ങളിലോട്ട് ഓക്സിജൻ കുറയുന്നു. സൈനോസിസ് ഉണ്ടാകുന്നു, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേഷൻ ഉണ്ടാവുന്നു. കോൾഡ്നെസ് ഓഫ് എക്സ്ട്രിമിറ്റീസ് ഉണ്ടാവുന്നു. സോ എന്താണ് കോമ്പൻസേറ്റഡ് ഹാർട്ട് ഫെയിലിയർ? നമുക്ക് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹാർട്ട് അതുമായിട്ട് മേക്കപ്പ് ചെയ്ത് അതിനെ ഓവർകം ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് നോക്കുമ്പം അത് 3 ആക്ടിവിറ്റീസിലൂടെയാണ് മെയിനായിട്ട് അതിനെ ഈ ഒരു ഹാർട്ട് ഫെയിലിയറിനെ അതിജീവിക്കാനായിട്ട് നോക്കുക നമ്മുടെ ഹാർട്ട്. അതിൽ ആദ്യത്തെ ഒരു കാര്യമാണ് ആക്ടിവേഷൻ ഓഫ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആകുമ്പം എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ റിലീസ് ഉണ്ടാവുകയും അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹാർട്ടിൻ്റെ കോൺട്രാക്റ്റൈലിറ്റിനെയും ഹാർട്ട് റേറ്റും കൂട്ടുകയും ചെയ്യുന്നു. ഇത് എന്തിനാന്ന് വെച്ചാൽ കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബോഡിയിലുള്ള കോശങ്ങൾക്ക് ബ്ലഡും ഓക്സിജനും സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ആക്ച്വലി ഈ ഒരു കണ്ടീഷൻ സസ്റ്റെയിൻഡ് ആയിക്കഴിഞ്ഞാൽ, കുറേ നേരത്തേക്ക് ഈ ഒരു SNS ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരുന്നാൽ അത് എന്ത് ചെയ്യും, ആ SNSൻ്റെ റിസെപ്റ്റേഴ്സ്, അതായത് ആൽഫ-1, ബീറ്റ-1 പോലുള്ള റിസെപ്റ്റേഴ്സ് എല്ലാം എക്സ്ഹോസ്റ്റഡ് ആവും. അതായത് വീണ്ടും വീണ്ടും ഇവർ സ്റ്റിമുലേറ്റഡ് ആയിട്ട് ഹാർട്ട് റേറ്റും കോൺട്രാക്റ്റൈലിറ്റിയും വർദ്ധിപ്പിക്കുമ്പം ആ റിസെപ്റ്റേഴ്സ് എക്സ്ഹോസ്റ്റഡ് ആവും. അങ്ങനെ അവിടെ ഡൗൺ റെഗുലേഷൻ ഓഫ് റിസെപ്റ്റേഴ്സ് ഉണ്ടാവും. ഡൗൺ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സ്റ്റിമുലേഷൻ കിട്ടുമ്പം ഇവർ ആക്റ്റീവ് ആവില്ല. മനസ്സിലായോ? പിന്നെ ഒരു SNS ആക്ടിവേഷൻ കിട്ടുമ്പം അവർ എന്ത് ചെയ്യുന്നില്ല, അവർ വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വീണ്ടും ഹാർട്ട് ഫെയിലിയർ വേഴ്സൺ ആവുകയാണ് അവിടെ ചെയ്യുന്നത്. സോ പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് പ്രീലോഡ് കൂട്ടാനായിട്ട് നോക്കും. പ്രീലോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ദ ബ്ലഡ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദ വെൻട്രിക്കിൾസ് ഓർ ഇൻ എനി ചേമ്പേഴ്സ് ബിഫോർ കോൺട്രാക്ഷൻ, ബിഫോർ ഇജക്ഷൻ. വെൻട്രിക്കുലർ ഡയലറ്റേഷന് തൊട്ട് മുമ്പ് ഉണ്ടാവുന്ന വെൻട്രിക്കുലർ ഡയലറ്റേഷനിൽ ഉണ്ടാവുന്ന വോള്യമാണ് പ്രീലോഡ് എന്ന് പറയുന്നത്. ഇജക്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വെൻട്രിക്കിൾസിൽ എത്ര ബ്ലഡ് ഉണ്ടോ അതാണ് പ്രീലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീലോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ഇനി വേറൊരു അർത്ഥത്തിൽ പറയാം, പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ബ്ലഡ് ഇൻ ദ വെൻട്രിക്കിൾസ്. അപ്പം ആ ഒരു പ്രീലോഡ് വർദ്ധിപ്പിച്ച് കഴിഞ്ഞാലും നമുക്ക് കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടാനായിട്ട് പറ്റും. പക്ഷേ അവിടെയും എന്തുണ്ടാവുന്നു, അവിടെയും ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ളൊരു ഔട്ട്കം ഉണ്ടാവുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രീലോഡ് കൂട്ടുമ്പം ഓട്ടോമാറ്റിക്കലി അവിടെ പ്രീലോഡ് കൂട്ടാനായിട്ട് ADH, ആൽഡോസ്റ്റിറോൺ എല്ലാം റിലീസ് ചെയ്യും. അങ്ങനെ വാളിങ്ങനെ, അതായത് വെൻട്രിക്കിൾസിൽ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഫില്ലായി വരുമ്പോൾ വെൻട്രിക്കുലർ വാൾ എന്താവും, സ്ട്രെച്ച് ആവും, വലിയും. അപ്പം ഇതൊരു റബ്ബർ ബാൻഡിനെ പോലെ നിങ്ങൾ നോക്കുക. ഒരു റബ്ബർ ബാൻഡ് നമ്മൾ എത്രത്തോളം സ്ട്രെച്ച് ചെയ്യുന്നോ ആ സ്ട്രെച്ച് ചെയ്ത് നമ്മൾ വിട്ട് അതിൻ്റെക്കാളും ഇരട്ടി ശക്തിയോട് കൂടെ അത് സ്നാപ്പ് ചെയ്യും, അല്ലേ, ബാക്കിലോട്ട് സ്നാപ്പ് ബാക്ക് ചെയ്യും. അങ്ങനെ ആവുമ്പം ഇതുപോലെ തന്നെയാണ് ഈ ഹാർട്ടിലും സംഭവിക്കുന്നത്.
എത്രത്തോളം സ്ട്രെച്ച് ചെയ്യുന്നോ അത്രത്തോളം അതിന് പെട്ടെന്ന് ഇജക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അവിടെയും സംഭവിക്കുന്നത് ഈ സ്ട്രെച്ചിങ് കൂടുമ്പം മയോകാർഡിയൽ വർക്ക് ലോഡ് അവിടെ കൂടുന്നു. കാരണം ഓരോ മയോകാർഡിയൽ സെൽസുമാണ് അവിടെ സ്ട്രെച്ച് ആവുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ ഓക്സിജനും ബ്ലഡും വേണ്ടി വരും. അങ്ങനെ വർക്ക് ലോഡ് കൂടുമ്പം ഈ ഒരു ഡിമാൻഡിനനുസരിച്ച് അവർക്ക് സപ്ലൈ കിട്ടാതിരിക്കുമ്പോഴും അവിടെ ഹാർട്ട് ഫെയിലിയർ വേഴ്സ് ഉണ്ടാവും. നൗ മയോകാർഡിയൽ ഹൈപ്പർട്രോഫി, അതായത് ഹാർട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മയോകാർഡിയവും വലുതാവാൻ തുടങ്ങും, ഡൈലീറ്റ് ആവാൻ തുടങ്ങും. അങ്ങനെ ഡൈലീറ്റ് ആവുമ്പം ഓട്ടോമാറ്റിക്കലി അവർക്ക് പമ്പ് ചെയ്യാൻ കോൺട്രാക്റ്റിലിറ്റി കൂടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ സാർക്കോമിയറും അവിടെ എലോങ്ങേറ്റ് ആയി അവിടെ ഹൈപ്പർട്രോഫി എന്ന് പറയുന്നൊരു കണ്ടീഷൻ വരും. അങ്ങനെ ആവുമ്പോഴും അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ എത്രത്തോളം വലിയതാവുന്നോ മയോകാർഡിയം അത്രത്തോളം അതിന് ഓക്സിജനും ബ്ലഡും വേണ്ടി വരും. അങ്ങനെ ആകുമ്പം ഓക്സിജൻ സപ്ലൈ അവർക്ക് ആവശ്യമുള്ളത്ര ഓക്സിജൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൊറോണറി ആർട്ടറീസിന് പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ ഓക്സിജൻ സപ്ലൈ കുറഞ്ഞ ഒരു അവസ്ഥയിൽ അവർക്ക് മയോകാർഡിയൽ ഇസ്കീമിയും സെൽ ഡെത്തും വരും. ഇങ്ങനെ ഈ ഒരു 3 അവസ്ഥകളിലും എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഹാർട്ട് ഫെയിലിയർ വേഴ്സൻ്റായി അതൊരു ഡീകമ്പൻസേറ്റഡ് ഹാർട്ട് ഫെയിലിയറിലോട്ട് പോകും. അത് കമ്പൻസേറ്റ് പറ്റാത്ത ഉണ്ട് നമ്മൾ ബീറ്റാനറ്റിക് പെപ്റ്റൈഡ് എന്ന് പറയുന്ന എലിവേറ്റഡ് ആവുന്നുണ്ട്. അത് നമ്മുടെ കാർഡിയക് ഹാർട്ട് ഫെയിലിയറിന്, ഒരു കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന് ഒരു ബയോമാർക്കറായിട്ട് നമുക്ക് കണക്കാക്കാം. ഡയഗ്നോസിസിൽ BNPയുടെ അളവ് കൂടും. ഓക്കെ, അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ റിലീസ് ആവുന്നുണ്ട്. എന്നാലും നമ്മൾ ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ, നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പം ഇത്രയാണ് നമ്മൾ പാത്തോഫിസിയോളജി, കമ്പൻസേറ്റഡ്, ഡീകമ്പൻസേറ്റഡ്, റൈറ്റ് ഹാർട്ട് ഫെയിലിയർ, ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ, ഇതെല്ലാം നോക്കി. ഇനി എന്തൊക്കെയാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, അതായത് എങ്ങനെയൊക്കെയാണ് റൈറ്റ് ഹാർട്ട് ലെഫ്റ്റ് ഹാർട്ടിലും സെപ്പറേറ്റ് മാനിഫെസ്റ്റേഷൻസ് ആയിരിക്കും. അതായത് സിമിലാരിറ്റീസ് ഉണ്ടാവും, പക്ഷേ എന്നാലും കുറച്ച് ഡിഫറൻസസും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ഏതെങ്കിലും ഒരു സൈഡ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കുറച്ച് സമയം കഴിയുമ്പോൾ അത് അടുത്ത ഭാഗവും ഓട്ടോമാറ്റിക്കലി ഫെയിൽ ആവും. അപ്പം മൊത്തം ഹാർട്ട് ഒരു യൂണിറ്റ് ആയിട്ടാണ് അത് ഫെയിൽ ആവുന്നത്. പക്ഷേ ആദ്യം ആര് ഫെയിൽ ആവുന്നു എന്നുള്ളതാണ്. അതായത് ആദ്യം റൈറ്റ് ഹാർട്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ, റൈറ്റ് സൈഡഡ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ അത് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിലോട്ട് ലീഡ് ചെയ്യുകയും മൊത്തം ഹാർട്ട് ഒരു യൂണിറ്റ് ആയിട്ട് ഫെയിൽ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്നാലും റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ആണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ടയേർഡ്നെസ്, ഫെറ്റീഗ് ഉണ്ടാവും. ഇത് ലെഫ്റ്റ് സൈഡിലും ഉണ്ട് കേട്ടോ, ടയേർഡ്നെസ്, ഫെറ്റീഗ്. അപ്പോൾ കോമൺ ആയിട്ട് രണ്ടിലും ഉള്ളത് ഞാൻ പറയാം. ടയേർഡ്നെസ് ഉണ്ടാവും, ഫെറ്റീഗ് ഉണ്ടാവും. കാരണം ഓക്സിജനും ബ്ലഡും നമുക്ക് കിട്ടുന്നില്ല പ്രോപ്പറായിട്ട്. കാരണം രണ്ടിലും ടിഷ്യൂ അനോക്സിയം ഉണ്ട്. പാൽപിറ്റേഷൻ ഉണ്ടാവും, അതായത് പടപടപ്പ് ഉണ്ടാവും. അതുപോലെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം. ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് ഉള്ളത്. ഇനി ഡിഫറൻസ് ഞാൻ പറയാം. റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ പെരിഫറൽ എഡീമയും കൺജഷനുമാണ് കൂടുതൽ. അതായത് നമ്മുടെ കയ്യിലും കാലിലും നെക്കിലും എല്ലാം നീർക്കെട്ട് വരുന്നു, കൺജഷൻ വരുന്നു. ബ്ലഡ് ഫ്ലൂയിഡ് ബിൽഡപ്പ് ഉള്ളത് കാരണം കൺജഷൻ വരുന്നു. അപ്പോൾ ആസ് എ റിസൾട്ട് സ്വെല്ലിംഗ് ഇൻ ആങ്കിൾസ്, നമ്മുടെ പാദങ്ങളിൽ സ്വെല്ലിംഗ് ഉണ്ടാവുന്നു. സ്വെല്ലിംഗ് ഇൻ നെക്ക് വെയിൻ, ജുഗുലാർ ഡിസ്റ്റൻഷൻ ഉണ്ടാവുന്നു. കാരണം ജുഗുലാർ ഡിസ്റ്റൻഷൻ എന്തുകൊണ്ടാണ്, നമുക്കറിയാം വീനസ് സർക്കുലേഷൻ മുഴുവൻ ബാധിക്കും അല്ലേ. അപ്പം ബ്രെയിനിൽ നിന്ന് ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നത് ജുഗുലാർ വെയിൻസ് ആണ്. അപ്പോൾ ജുഗുലാർ വെയിൻസിലും ഫ്ലൂയിഡ് കളക്ഷനും അതുപോലെ അവിടെ കൺജഷനും ഉണ്ടാവും. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തുള്ള ജുഗുലാർ വെയിന് നീര് വയ്ക്കും, അതായത് അവിടെ ഡിസ്റ്റൻറ്റഡ് ആവും. ആസൈറ്റീസ് ഉണ്ടാവും, നമ്മുടെ വയറിൽ നീർക്കെട്ടുണ്ടാവും. ഹെപ്പറ്റോമെഗലി, സ്പ്ലീനോമെഗലി ഉണ്ടാവും, അതായത് സ്പ്ലീനും ലിവറും വലുതാവും. അനോറക്സിയ ഉണ്ടാവും, വിശപ്പില്ലായ്മ ഉണ്ടാവും. കാരണം ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ആസൈറ്റീസ് ഉള്ള പേഷ്യൻസിന്, അതായത് വയറ് നീർക്കെട്ടിയിരിക്കുന്ന പേഷ്യൻസിന് ഒരു GI ഡിസ്കംഫേർട്ട് ഉള്ളത് കാരണം ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, അത് നമ്മൾ പറഞ്ഞു. ഇൻക്രീസ്ഡ് യൂറിനേഷൻ അറ്റ് നൈറ്റ്, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. നൗ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് പൾമണറി എഡീമ ആൻഡ് കൺജഷൻ. നമ്മുടെ ലങ്സിൻ്റെ ഭാഗത്ത് നീർക്കെട്ടും കൺജഷനും ഉണ്ടാവുന്നു. അതുമൂലം ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, കോഫ് എല്ലാം ഉണ്ടാവുന്നു. ഓർത്തോപ്നിയ ഉണ്ടാവുന്നു. ഓർത്തോപ്നിയ എന്ന് പറഞ്ഞാൽ മലർന്ന് കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശ്വാസം മുട്ട്, ശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഓർത്തോപ്നിയ എന്ന് പറയുന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ സാധാരണ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻസിന് കുറേ പില്ലോസ് വെച്ച് മാനേജ് ചെയ്യും. തലയണയുടെ എണ്ണം കൂട്ടിയിട്ട് അവർക്ക് ആ ഒരു ഫ്ലാറ്റ് ആയിട്ട് ലൈ ചെയ്യുന്നതിന് പകരം ഒരു സെമി ഫൗളേഴ്സ് പൊസിഷനിൽ പില്ലോ തലയുടെ അടിയിൽ വെച്ച് പില്ലോൻ്റെ എണ്ണം കൂട്ടിയിട്ട് നമ്മളത് മാനേജ് ചെയ്യാൻ പറ്റും. അത് ഗ്രാവിറ്റിയുടെ ഒരു കാര്യമാണ് അവിടെ വരുന്നത് കേട്ടോ. ആൻഡ് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. യൂറിനറി റിട്ടൻഷനാണ് അവിടെ ഉണ്ടാവുന്നത്. നമ്മൾ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ റാസ് ആക്ടിവേറ്റഡ് ആവും, സോഡിയം വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും. അതുകൊണ്ട് അവിടെ യൂറിനറി റിട്ടൻഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവുന്നു. ഓക്കെ, ബാക്കി വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ.
അപ്പോൾ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലുള്ള വീണ്ടും ശ്രദ്ധിക്കുക, നമ്മൾ പൾമണറി എഡീമ ഉള്ളത് കൊണ്ട് തന്നെ ചുമയ്ക്കുമ്പോൾ കഫ് ചെയ്യുമ്പം ചിലപ്പം ആ സ്പൂട്ടം വരുന്നത് ബ്ലഡ് ടിഞ്ച്ഡ് ആയിരിക്കും, ചെറിയതായിട്ട് ചോരയുടെ കലർപ്പുണ്ടാവും അതിനകത്ത്. ആൻഡ് വീസിങ് ഉണ്ടാവും, ആ ഒരു ഫ്ലൂയിഡ് ബിൽഡപ്പ് നമ്മുടെ ലങ്സിലുള്ളത് കാരണം ശ്വസിക്കുമ്പോൾ ആ ഒരു സൗണ്ട് വ്യത്യാസം കേൾക്കാൻ പറ്റും, വീസിങ് പോലെ ക്രാക്കിൾസ് പോലെയെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഓർത്തോപ്നിയ ഓർത്ത് വയ്ക്കുക ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ. അതുപോലെ എക്സേർഷണൽ ഡിസ്പ്നിയ ഉണ്ടാവും, അതായത് ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.